സ്നേഹ, ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് കേട്ടിട്ടുണ്ടോ? മറുനാടൻ മലയാളി കേട്ടിട്ടുണ്ടോ? മറുനാടൻ മലയാളി UK-ല് ബ്രിട്ടീഷ് മലയാളി എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓ, മറുനാടൻ അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ അവര് അവാർഡ് ഇങ്ങനെ വെക്കാറുണ്ട് എല്ലാ വർഷവും എന്നാണ് എന്റെ അറിവ്. ഈ വർഷം ധ്യാൻ ശ്രീനിവാസൻ, ധ്യാനാണ് അവരുടെ ഗസ്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ടുള്ളത്. നമ്മളെ ശോഭ മാം ഉണ്ട്, ലക്ഷ്മി നക്ഷത്രം ഉണ്ട്, ശോഭേച്ചി നമ്മുടെ സ്വന്തം ശോഭേച്ചി ഉണ്ട്, ലക്ഷ്മി നക്ഷത്രം ഉണ്ട്. അങ്ങനെ ഒരു കുറച്ച് ടീമുണ്ട് അവിടെ. ടിനി ടോം ഉണ്ട് തോന്നുന്നു എനിക്ക്, ഐ ഡൗട്ട്. അങ്ങനെ എന്താണെങ്കിലും അവാർഡ്സ് നടന്നു. അതിലൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഫാഷൻ ഷോയില് ധ്യാൻ ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത്, ധ്യാനാണല്ലോ പറയണമല്ലോ, ഇന്റർവ്യൂ സ്റ്റാർ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഓൺ ദ സ്റ്റേജ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോ വൈറലാവുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ഈ ധ്യാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം ഒപ്പം അതേ സ്റ്റേജിൽ അവർ ജഡ്ജായിട്ടിരിക്കുന്ന അവരെ രണ്ടുപേരും, അതായത് ലക്ഷ്മി നക്ഷത്രനെയും ശോഭനെയും ഇത്രത്തോളം പറഞ്ഞ് ഇതാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊരു വിയേർഡ് കമ്പാരിസൺ ഒക്കെ വെച്ച് ഇയാൾ സംസാരിച്ചത് ഇത് കുറച്ച് കൂടിയില്ലേ എന്നൊരു സാധനമാണ് എനിക്ക് രാവിലെ ഉച്ചയ്ക്കും തോന്നിയത്. പക്ഷേ വെൻ ഐ ഡിഗ് ഡീപ്പ് ഇൻ ടു ഇറ്റ്, ഇതിൽ കുറച്ച് വേറെ അധികം കാര്യങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ധ്യാൻ പറഞ്ഞത് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഇവര് രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ. പിന്നെ എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇത് ധ്യാൻ ശ്രീനിവാസൻ ചുമ്മാ അങ്ങോട്ട് ഇട്ടൊരു സാധനമല്ല. ധ്യാൻ ശ്രീനിവാസൻ കാഷ്വൽ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത് അത് ഞാൻ ചുമ്മാ നിങ്ങളെ വെച്ച് തുടങ്ങിയതാണെന്നത്. പക്ഷെ അതങ്ങനെയല്ല. ആക്ച്വലി ധ്യാൻ അത് വളരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുക ചെയ്ത്, ആ ചോദ്യത്തിനെ വളരെ ക്ലിയർ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. ധ്യാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാഷൻ ഷോ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ധ്യാൻ ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ഫാഷൻ ഷോയ്ക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്? അതെ. അപ്പൊ അത് ധ്യാൻ കൃത്യമായിട്ട് അതൊരു തമാശയിൽ പൊതിഞ്ഞ് ഒരു തഗ് രീതിയിൽ എടുത്ത് മുന്നിലേക്ക് ഇട്ടു. അപ്പോ ഞാനിത് കുറച്ച് ഡീപ്പായിട്ട്, ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തുവാണ് ഇയാൾ ഈ പറയുന്നത്. കാരണം പൾസർ സുനി, ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യര്, ഇയാൾ ഇനി അത് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ പ്രൊമോഷൻ നല്ല സക്സസിന്റെ സമയത്ത് ഇയാളുടെ കുറച്ച് സാധനങ്ങളുണ്ട് ദിലീപിനോടും സിദ്ദിഖിനോടൊക്കെ. കുറച്ച് അവർക്ക് പേഴ്സണലി അതൊരു അപ്പൊ ഞാൻ അങ്ങനെ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി. എങ്ങാന് അതായത് എവിടെ കിട്ടിയാലും ഒന്ന് കയറി അടിക്കുക എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞതാണോ എന്നുള്ളത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ ഒരു പെർട്ടിക്കുലർ റീലിന്റെ അടിയിൽ ശോഭ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. Full credit should go to the Marunadan team because they are the ones who prepared the whole questions, not the judges. Anyways, it was a fun event, Rolf, and to our dear Dhyan in നാട്ടിൽ കണ്ടോളാം. ഓക്കെ, ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഒരുപാട് പേര് ആരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്, ശോഭയെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരുപാട് കോമെന്റ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ക്രിറ്റിസിസം ശോഭയ്ക്ക് വരാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ശോഭ സ്റ്റാൻഡ്സ് ഫോർ ദിസ് വുമൺ എംപവർമെന്റ്, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഭയങ്കരമായിട്ട് അവര് സംസാരിക്കുന്ന, വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. സോ പലരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവര് പറഞ്ഞു എന്നുള്ളതാണ് ധ്യാൻ പറഞ്ഞത്. ധ്യാൻ നെവർ സെഡ് ലൈക്ക് എന്ത് ഇത് ജഡ്ജസ് അല്ലല്ലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ശരിക്കും അല്ല, ധ്യാൻ ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഫുൾ ഷോ കണ്ടു കാണില്ല, അല്ലെങ്കിൽ കണ്ടതിന് ശേഷം ധ്യാനിനെ കൊണ്ടുവന്നതും ശോഭനെ കൊണ്ടുവന്നതും ഒരേ മറുനാടൻ ടീമാണ്. അപ്പൊ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഡയറക്ട്ലി ചെയ്യുന്നതിന് പകരം ശോഭ ധ്യാൻ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ പിന്നെ അവരെ കേറിയിട്ട് ലക്ഷ്മി നക്ഷത്രേനെയും ശോഭനെയും ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ള രീതിക്ക് എടുത്തിട്ടതായിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ശോഭ അവിടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ തന്നെ വന്നത് ഫ്രം മറുനാടൻ ടീമാണ്. ആൻഡ് അത് എൻഡോസ് ചെയ്യുന്ന കുറെ അധികം ഇതില് പങ്കെടുത്ത കോntestants പറയുന്നുണ്ട് അത് വന്നത് എവിടുന്നാണ്,
ടീമിന്റെ അടുത്താണ് ടീമിന്റെ അടുത്താണ്, അല്ല ജഡ്ജസിന്റെ ഫോൾട്ട് അല്ല എന്ന് അവരും പറയുന്നുണ്ട് ഇതില് പങ്കെടുത്ത ആൾക്കാർ. അല്ല അതിൽ പറയുന്നുണ്ട് ശോഭിച്ചിന് ഇത് ചോദിക്കാൻ നിന്നപ്പോ ശോഭിച്ച് ആദ്യം ചോദിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഒരു പീസ് ഞാൻ ഇവിടെ play ചെയ്യാം. Kind of tricky question, maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, this wasn't my question this thing. It was given by the team. So please don't blame me. But I thought it's an interesting, tricky question. So, yeah, to you. Over to you. ഇതാണ് ശോഭയില് പറയുന്നുണ്ട്, പറയുന്നുണ്ട് ട്രിക്കിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഒരു ഓക്വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എന്നെ ബ്ലെയിം ചെയ്യരുത്, അത് ആദ്യം പറയുന്നുണ്ട്, എന്നെ ബ്ലെയിം ചെയ്യരുത്. ഇത് ടീമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആരാണോ സംഘടിപ്പിച്ച ആ ടീമിന്റെ അവരുടെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോർഷൻ. ഇതവിടെ പറഞ്ഞിട്ടുണ്ട്. മേ ബി ധ്യാൻ അപ്പോൾ ആ ടൈമിൽ എനിക്ക് അറിയില്ല അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. മേ ബി ഇത് ഉണ്ടെങ്കിൽ ധ്യാൻ എന്താണെങ്കിലും അത് ധ്യാൻ കേട്ട് കാണും, എനിക്ക് തോന്നുന്നുണ്ട്. സൈഡിൽ ധ്യാൻ ഉണ്ട് തോന്നുന്നുണ്ട്. ധ്യാൻ ചിലപ്പോൾ അത് കേട്ട് കാണും, ഈ പറയുന്നതൊക്കെ എന്താണെങ്കിലും കേട്ട് കാണും ധ്യാൻ. ബട്ട് സ്റ്റിൽ ധ്യാൻ എന്ത് ചെയ്തു അവിടെ കയറിയിട്ട് അത് ഇടാൻ കാരണം, ഇവൻ ശോഭയ്ക്കാണെങ്കിലും ധ്യാനാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത ആളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരാണല്ലോ കൊണ്ടുപോയത്. കാശ് കൊടുത്തിട്ട് കൊണ്ടുപോയ ആൾക്കാരെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈവൻ എനിക്ക് തോന്നുന്നത് ശോഭ, ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലേഡി, അവർക്ക് എനിക്ക് തോന്നുന്നത് അവിടുന്ന് ഇത്രേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതിലും കൂടുതൽ മേ ബി അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവിടുന്ന് അത് അല്ലേ കൊണ്ടുപോകുന്നു. അതുകൊണ്ടായിരിക്കണം മേ ബി അവർ ഇത്രയെങ്കിലും പറഞ്ഞ് പ്ലെയിം ചെയ്യരുത് പറഞ്ഞ് നിർത്തി. ക്വസ്റ്റ്യൻ റിസീവ് ചെയ്ത ലേഡി ഇല്ലേ, അവരിതിന് കൊടുത്ത ആൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിണ്ണ ആൻസറാ കൊടുത്തത്. Asking me if I prefer Manju Warrior or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I am a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. Both women are right in their way. Both women are strong, and I am no one to judge you, nor you are. Thank you so much. I would like to keep it a secret. I do have a favorite. Thank you. Thank you, bye. You should have the guts to say it out loud. You have one. Well, I grew up watching Daya, Patram, and Manju Warrior is my favorite because she's a strong, independent woman from a beautiful movie. Thank you. അവര് അല്ലേ കൃത്യമായ മറുപടിയാണ് ആ ലേഡി കൊടുത്തത്. കാരണം സംഗതി സത്യം പറയാലോ ഒരു ഊള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഊളാച്ചി ക്വസ്റ്റ്യൻ. ആ ഊളാച്ചി ക്വസ്റ്റ്യൻ ഇത്ര നല്ലൊരു ആൻസർ കൊടുക്കാൻ പറ്റിയത് വെൽഡൺ, നന്നായിട്ട് പറഞ്ഞു. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് അവർക്ക് ഫേവറേറ്റ് ആരാന്നുള്ളതും അവർ എടുത്തു പറഞ്ഞു, മഞ്ജു വാര്യർ എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞു. അപ്പോ ഇതാണ് ധ്യാൻ പോയിന്റ് ഔട്ട് ചെയ്തത്, മനസ്സിലായോ? ഇതാണ് ധ്യാൻ പോയിന്റ് ഔട്ട് ചെയ്തതും ധ്യാൻ അത് കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യാൻ ധ്യാനെ കൊണ്ട് പറ്റി. ആൻഡ് അത് മാത്രമല്ല, ധ്യാൻ ഇതേ സ്റ്റേജിൽ വെച്ചിട്ട് വീണ്ടും എന്ത് പറയുന്നുണ്ട്, വേറൊരു കാര്യം, അതായത് ഇത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അടുത്തൊരു തിരിച്ചറിവും ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വുമൺ, എന്തൊക്കെയാ ബിൻചേട്ടാ, ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, ഇതൊക്കെയാണോ ചോദ്യം? രണ്ട് ചോദ്യം പറയൂ. നോ 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 നോ. ധ്യാൻ ആക്ച്വലി ആ ഒരു ചോദ്യം ധ്യാനിന് കൃത്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് അത്യാവശ്യമല്ല, അത്യാവശ്യത്തിൽ കൂടുതൽ കുരുട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ്. ഓബ്വിയസ്ലി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്
അതുണ്ടാവുമായിരിക്കും. കുറവായൊന്നും ഒട്ടും വഴിയില്ല. അപ്പോൾ ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തിൽ ടു ബി ഹോണസ്റ്റ്, ഞാൻ ഉച്ചയ്ക്ക് ഈ വീഡിയോ ചെയ്യാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് വൈകുന്നേരം രാത്രിയൊക്കെ ആവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയാൽ എനിക്ക് എവിടെയോ എന്തോ സംതിങ്. കാരണം ധ്യാനെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഇവൻ എന്തെന്ന് പറയും, അവിടെ നിന്നിട്ട് അവരെ അപമാനിച്ചു വിട്ടിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാം, എന്റെ മൈൻഡിൽ. എനിക്കത് ആദ്യം കേട്ടപ്പോൾ തന്നെ തോന്നി, ഈ ചോദ്യം എന്താ ഇങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. റിപ്ലൈ കൊടുത്തന്നെ അങ്ങനെ ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതായത് ഇമാതിരി ഇപ്പൊ ധ്യാൻ പറഞ്ഞത് ശരിയാണ്, ധ്യാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോക്ക് ഇരിക്കുന്ന, ഫാഷൻ ഷോ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു ഇത് കാണുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ, പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഈ ഫാഷൻ ഷോയിലൊക്കെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിക്കാറുണ്ട്. വുമൺ എംപവർമെന്റിനെ കുറിച്ച് കൂടുതൽ അതാണ് ചോദിക്കുന്നത്. അപ്പോ ഞാൻ ഇപ്പോഴത്തൊന്നും കണ്ടില്ല, പണ്ടൊക്കെ നമ്മള് മിസ് വേൾഡ് ഒക്കെ നമ്മള് കാണാറുണ്ട്, ആ ഷോസ് കാണാറുണ്ട്. ഇപ്പൊ കാണാറില്ല കേട്ടോ. അപ്പൊ ആ ടൈമിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് തോന്നുന്നു എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഞാൻ MTV ഒക്കെ ഉള്ള സമയത്ത് അതിനകത്ത് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ്, എനിക്ക് മിലിൻ സോമനൊക്കെ ഓരോരോ പ്രോഗ്രാംസ് തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസ് പണ്ട് കണ്ടിട്ടുണ്ട്. നെഹാദൂപ്പിയ അവരൊക്കെ ജഡ്ജായിട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഇതേ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ റിസീവ് ചെയ്ത് ഉത്തരം പറഞ്ഞ ലേഡി ഇല്ലേ, അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. As a person who was asked that question, I thought I do have the responsibility to make it clear, and that's why ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ശോഭ വിശ്വനാഥ് അല്ല. ഓക്കെ, അതിനുള്ള പ്രൂഫ് ഐ ക്യാൻ ഗിവ് യു റൈറ്റ് നൗ. ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടാണ്. But here is what Shobha Vishwanath did wrong. ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ 2 സ്ത്രീകളെ പറ്റി, അതും ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന 2 സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടാകണമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്, വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ആസ് എ പേഴ്സൺ ആദ്യമായിട്ടല്ല എന്നോട് ശോഭ ചോദ്യം ചോദിക്കുന്നത്. 2021 എന്നോട് ശോഭ തന്നെയാണ് ചോദ്യം ചോദിച്ചത് മിസ് കേരളയിൽ, വെൻ ഐ അറ്റൻഡഡ് ദാറ്റ് പാജന്റ്. അതിനുള്ള പ്രൂഫും ഞാൻ ഇട്ടേക്കാം. Give me 5 reasons why we shouldn't pick you today. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സും സ്റ്റാർസും സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫ് നമ്മുടെയാണ്. നമ്മുടെ ലൈഫിലോട്ട് ആരെങ്കിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നാലും നമുക്കെന്താണ്? നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, എൻ്റെ ഫേവറേറ്റ് കോട്ടുമാണ്. ഇറ്റ് കംസ് ഫ്രം ദ മൂവി സ്പൈഡർമാൻ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഏതെങ്കിലും ഒരു നല്ല തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതെല്ലാം പുതുതലമുറയെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും, ഒരുപാട് എഫക്റ്റ് ചെയ്യും. സോ if you have the common sense, okay, ഒരു പേപ്പർ കണ്ടിട്ട് if you have the common sense that this is going to be controversial, I shouldn't be asking this, don't ask it, don't make a fool out of yourself. ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാനും സമ്മതിക്കുന്നു, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കോൺട്രവേഴ്ഷ്യൽ ആണ് എന്ന് അറിയുമ്പോൾ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മനസ്സിലായോ? ശോഭയ്ക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാമായിരുന്നു. ബട്ട് ഇത് UK വരെ അവർ കൊണ്ടുപോയി, ആ ഒരു ടീമാണ് കൊണ്ടുപോയത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരുന്ന പോരെന്നില്ലേ? അങ്ങനെയും ചെയ്യായിരുന്നു. അല്ലാതെ ചോദിക്കുന്ന ആളെ മാത്രം കുറ്റം പറഞ്ഞില്ലല്ലോ. ചോദിക്കുന്ന ആള് വേറെ കാര്യമുണ്ട്. ചോദിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ അവര് കൊടുക്കുന്ന ചോദ്യം, അതായത് എന്താണോ ആ ടീം കൊടുക്കുന്ന ആ ചോദ്യം ചോദിക്കാനാണ്. അവരത് അപ്രന്റ് പറയും ചെയ്തു ശോഭ, എന്റെ ക്വസ്റ്റ്യൻ അല്ല ഇത് ഇവിടുന്ന് ഇപ്പൊ കിട്ടിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ അവര് ബ്ലെയിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് അവര് ചോദിച്ചതും. അപ്പൊ ആ സമയത്ത് പറഞ്ഞത് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആവണായിരുന്നു. ഈ വുമണിന് വേണ്ടി ഇത്രയും സംസാരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി മത്സരിക്കുമ്പോൾ അതും ചിന്തിക്കണമായിരുന്നു. ഇതിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ ചെയ്യില്ല,
അതൊരു നല്ല പോയിന്റ്, ഞാൻ ചിന്തിച്ചില്ല സത്യം ഇങ്ങനെ പറഞ്ഞാൽ. ഉത്തരം അവർക്ക് അങ്ങനെ പറയുന്നു അല്ലെ? സത്യം പറഞ്ഞാൽ ഇവര് പറഞ്ഞ ഉത്തരം അടിപൊളിയാ, കിണ്ണൻ ഉത്തരം അവര് പറഞ്ഞു. എന്റെ തലയിൽ ബുദ്ധി ഉണ്ട്, എനിക്ക് പറയാനൊക്കെ അറിയാം. സത്യം ഞാൻ ആ ആസ്പെക്ട് ചിന്തിച്ചില്ല. ലേഡി ആയതുകൊണ്ട് ചിലപ്പോ എന്റെ തലയിൽ കൂടി പോയത്. കോമൺ സെൻസ് മതിയായിരുന്നു. എനിക്ക് ശേഷം കുറവായി പോയി. എനിക്ക് ശേഷം കുറവായി. ഞാൻ ജിമ്മിൽ പോയി വെയിറ്റ് ഇടുന്നുണ്ട്, കോൺഫിഡൻസ് വിളിച്ചു. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയില്ല, അല്ല രീതിയിൽ ചിന്തിച്ചാൽ മതി. എനിക്ക് അല്ല, ഇവരിപ്പോ ഈ പറഞ്ഞ ഉത്തരം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ മതി. അതായത് ദാറ്റ്സ് നോട്ട് യുവർ ക്വസ്റ്റ്യൻ, അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറയാൻ രണ്ട് ലേഡീസിനെ തമ്മിൽ താല്പര്യമില്ല. അത് അവര് പറഞ്ഞുട്ടോ, അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അല്ല അവര് അല്ല എനിക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്ന ഈ ചോദ്യത്തിനോട് എനിക്ക് ഉത്തരം പറയാൻ താല്പര്യം ഇല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അത് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അത്. പക്ഷെ ഉത്തരം പറഞ്ഞത് നല്ല കണ്ണിങ് ആയിട്ട് പറഞ്ഞു. അതൊരു പറയുന്നതിലും അല്ല, ഇവര് പ്രൊഫഷണൽ രീതിയിൽ ഉത്തരം പറഞ്ഞു, മറ്റേ പ്രൊഫഷണൽ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ചോദിക്കാം. അവിടെ അല്ലെങ്കിൽ ശോഭ ചേച്ചിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഇതൊരു അട്ടർ വേസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. കൊണ്ടുപോയ ആൾക്കാർ ഈ ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഞാൻ 1-2 ഇതേ മറുനാടിന്റെ സെയിം ക്ലിപ്പിനകത്ത് പറയുന്നത് കണ്ടു. ഫില്ലറാണ്, അത് ഇടയ്ക്ക് കേറിയിട്ടുള്ള ജസ്റ്റ് ഒരു, അതായത് സമയം ഒന്ന് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ പോലത്തെ മറുനാടിന്റെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. മറുനാടൻ ഷാജൻസ്കറിയെ ചോദിക്കുന്നു, ആരുത്തരം പറയുന്നു, ധ്യാൻ ഉത്തരം പറയുന്നു. അതും തന്നെ ഒരു ഓക്വേർഡ് സാധനത്തിലാണ് ധ്യാൻ സംസാരിച്ചത്. സോ ഒരു ഷോയുടെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളൊരു സംഗതി കൊണ്ടായിരിക്കണം അവർ അങ്ങനെ ചെയ്തത്. ഇവർക്ക് അതിന് ഉത്തരം പറഞ്ഞ് സമ്മാനം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ആ ഉത്തരം പറഞ്ഞത്. അവർക്ക് അപ്പൊ പറയണേന്ന് എനിക്ക് ഈ പേരും പറഞ്ഞ് സമ്മാനം കിട്ടണ്ട, എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞ സമ്മാനം കിട്ടാൻ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല. നല്ല ഉത്തരം നന്നായിരുന്നു, പക്ഷെ ഇങ്ങനെ എന്തിനു പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇവരിത് പറയാൻ വേറെ റീസൺ ഉണ്ട്. ഇവർ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ശോഭ, ധ്യാൻ, ഇവർ ഈ സ്കീമല്ല, ഇവരിത് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് ഇവർ ഇതേ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവർ പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഈ വീഡിയോനകത്ത് അവർ പറയുന്നുണ്ട് ഇവർക്ക് എന്തോ ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം തുറന്നു നോക്കിയ സമയത്ത് ഈ ഗോൾഡിന്റെ ഒക്കെ കോയിൻ വെക്കുന്ന പോലത്തെ ഒരു പൗച്ചാണ്. തുറന്നു നോക്കിയപ്പോൾ അതിൽ നാരങ്ങ മിഠായിയാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്തത്, ടീമിനെ കുറ്റം പറയണായിരുന്നു, ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ പോർഷനോട് വെക്കുന്നില്ല, അത് പാർട്ട് 2 ആയിട്ട് തന്നെ ചെയ്യാം. ബിക്കോസ് മറുനാടൻ എന്താണ് ഞാൻ പറയുമ്പോൾ ഇതിൽ മറുനാടൻ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഞാൻ മറുനാടൻ കാണുന്നതാണെന്നും പറയേണ്ട സമയത്ത് മറുനാടിനെ സപ്പോർട്ട് ചെയ്തു, വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചു സംസാരിച്ചിട്ടുണ്ട്. കുറെ ഒരു മെജോറിറ്റി പറയുന്നത് ഞാൻ ഭയങ്കര മറുനാടൻ സാജൻസ്കറിയ വീഡിയോ കണ്ട് ഫാനാന്നൊക്കെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയാറുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ചില സമയത്ത് അയാൾ ആരും പറയാത്ത കാര്യങ്ങൾ അയാൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടും കേട്ടു. കാരണം കുറെ ആൾക്കാർ പറയാത്തൊരു ആസ്പെക്ട് അയാൾ പറയാറുണ്ട്. ആ വ്യക്തി ഇതിനെ കുറിച്ചും സംസാരിക്കും എന്നുള്ളത് എനിക്ക് ഞാൻ പറയുമ്പോൾ തോന്നലല്ല, സംസാരിക്കണം. ബിക്കോസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണോ വന്നേന്നുള്ളത്, അല്ലെ നിങ്ങളുടെ ടീമിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി തരണം. ഓക്കെ, മറുനാടൻ ടീം അത് തരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതൊരു ഊള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവര് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ചോദിക്കില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരോ ആ സമയത്ത് എന്തെങ്കിലും കിട്ടിയതാണോ എന്ന് പറയാൻ പറ്റില്ല. അതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അങ്ങനെ ഒരു വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ഒറ്റയടിക്ക് അല്ല, ആ സമയത്ത് ഫോർവേഡ് ചെയ്ത് കൊടുത്താണ് അങ്ങനെയാവല്ലോ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു കാര്യം വന്നു, ശോഭിച്ച് മറ്റേ കുത്തി ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് കുത്തി ചോദിക്കേണ്ട അവസ്ഥ വന്നത്, അത്രേ ഉള്ളൂ. ആ സമയത്ത് പറയാം എനിക്ക് പറയാൻ താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക്. അപ്പോൾ ഇവരെന്താ ചിന്തിച്ചു, ഞാൻ നല്ല രീതിയിൽ മാത്രമല്ല ഈ ശോഭ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സൊസൈറ്റിയുടെ മുന്നിൽ ഈ ഒരു ഫേസ് ഉള്ളതാണ്. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയ്ക്ക് അതില്ല. എന്തുകൊണ്ട് ഇവര് ലക്ഷ്മി നക്ഷത്രയുടെ പോയിന്റ് ഔട്ട്, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ലക്ഷ്മി നക്ഷത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയില്ല. ബിക്കോസ് എന്താ, ലക്ഷ്മി നക്ഷത്ര സ്ത്രീകൾക്ക് വേണ്ടി, വുമൺ എംപവർമെന്റിനോ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും സൊസൈറ്റിയിൽ ഇറങ്ങി അങ്ങനത്തെ ഒരു ഇമേജ് ആർക്കില്ല, ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇല്ല. അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു പോയിന്റ് വരില്ല. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ശോഭ ഡെഫിനറ്റ്ലി ഈ സാധനം എന്ത് ചെയ്യും, വരും. അത് കീപ്പ് ഇൻ മൈൻഡ്, അത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്കൊക്കെ അങ്ങനത്തെ പണികൾ വരാറുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് റിയാക്ട്, നീ അല്ലെങ്കിൽ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നുള്ളൂ, നീ ഇവിടെ വരാറില്ലേ ചോദിക്കാറുണ്ട് ആൾക്കാർ ചോദിക്കണം. ഒന്നും വേണ്ട, ബിഗ് ബോസിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, നീ ഇത്രയും പറഞ്ഞത് നീ അവിടെ പറഞ്ഞു, അങ്ങനെ സാധനങ്ങൾ വരും. അപ്പൊ അത് ഇവര് പറഞ്ഞ ഒരു കാര്യം ശരിയാ, നമ്മള് നമ്മളുടെ ഒരു സൈഡ് നമ്മൾ നോക്കണം. വാട്ട് വി പ്രൊജക്ട് ടു പീപ്പിൾ, ആ എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും പറ്റിയെന്നില്ല, ശ്രമിക്കണം. ദാറ്റ് ഈസ് ദിയർ, അത് മനസ്സിൽ വെക്കണം. ഞാൻ BB കഴിഞ്ഞപ്പോ പഠിച്ച ഏറ്റവും വലിയ പാടൊക്കെ അതാണ്, നമ്മൾ ആ എക്സ്പെക്ടേഷൻ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ബട്ട് നമ്മൾ നമ്മളായിട്ടിരിക്കും. അല്ല, ഞാൻ കാര്യങ്ങൾ തോന്നുന്നു റിയൽ ആയിട്ട് പറയണം. ഇപ്പൊ
നമുക്കൊന്നും എനിക്കിപ്പോ അങ്ങനെ ഇതൊന്നുമില്ലല്ലോ, ഓളിയും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ബട്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ റിയൽ ആയിട്ട് ഇരിക്കും വേണം. ഇവിടെ എനിക്ക് തോന്നുന്നു ശോഭ റിയൽ ആയതാണ്. കാരണം ശോഭനെ അവിടെ കൊണ്ടുപോയത് അവര് കൊണ്ടുപോയി, ആ ടീം കാശ് കൊടുത്ത് അവർ ചെയ്യുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. ആ പണീന്റെ ഇടയിൽ ഇപ്പൊ അവര് ചെയ്യുന്ന സാധനത്തിന് ഇല്ല എനിക്ക് താല്പര്യമില്ല പറഞ്ഞാൽ നാളെ എന്നാ പോയിക്കോ അടുത്തല്ല വരണമെന്നും പറയും. അങ്ങനെ സംഭവിക്കും. ഓക്കെ. പിന്നെ 2011 ചോദിച്ചു, 2021 ചോദിച്ചത് കോയിൻസിഡൻസ് ആണ്. ആ സമയത്ത് ശോഭിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. അത് ക്വസ്റ്റ്യൻ ഒക്കെ അത് ആ സമയത്തുള്ളതാണ്. അല്ല, പക്ഷെ ഇതിനിടയിൽ മറ്റേത് എന്തിനാ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ അതൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് സ്വന്തം ലൈഫിലേക്ക് അവരുടെ കാര്യം പറയണേ, കാവ്യമോദന്റെ മഞ്ജുവാര്യന്റെ കാര്യം. എന്തിന്? അതാണ് പറയുന്നത്, എന്തിനാ നമ്മള് അതുകൊണ്ടാണ് ആ ഒരു അതെ അവരെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ആണ് ആലോചിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ. അങ്ങനെ ആയിരിക്കില്ലല്ലോ. അതെന്താ അപ്പൊ അവർ ആ സെൻസിലെടുത്ത് ഈ ലേഡിയത് ശരിക്കും ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുക്കാല്ലോ. അല്ല, ഇത് രണ്ട് കോൺട്രവേഴ്ഷ്യൽ ലേഡീസ് ഒന്നും പറയാനുള്ള സാഹചര്യം എന്തൊക്കെ മനസ്സിലായില്ല. അതായത് കോൺട്രവേഴ്ഷ്യൽ ഇതെങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ഇതിനെങ്ങനെ ഒരു ഓക്കെ കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ഒരു ഭയങ്കര ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആള് മറുനാടൻ നാളെ ഇതിനൊരു ഉത്തരമായിട്ട് വരുമ്പോ ചിലപ്പോ ഇതായിരിക്കും. ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾ എന്താവും ഉണ്ടാക്കിണ്ടാവുക. ഒരു പേജന്റിന് വന്നതാണ്. രണ്ടും ലെജൻഡറി സിനിമാ നടിമാരാണ്. ഒരാള് സിനിമയിൽ പോയിട്ട് നിന്നിട്ട് തിരിച്ചു വരവ് നടത്തിയ ആളും, മറ്റേയാള് കത്തി നിന്നിട്ട് പോയ ഒരാൾ. അതെ, അത് വീട്ടിലെ കാര്യങ്ങളും വരും, ഫാമിലി സാധനങ്ങളും വരും, മിക്സ് ആക്കി വരും. അല്ല, അതിനകത്ത് ചിലപ്പോ ചോദ്യം ചോദിച്ച ആള് ഉദ്ദേശിച്ചത് എന്താ, വാട്ട് യു ചൂസ്. മനസ്സിലായോ? അതായത് ജോലിക്ക് ജോലിക്ക് അതെ, നിങ്ങൾ ആരുടെ ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരുടെ ലെഗസി നിങ്ങൾ ചൂസ് ചെയ്യും. ഇപ്പൊ രണ്ടുപേരും ഈക്വലി, ഞാൻ പറയുമ്പോ മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഈക്വലി ടാലന്റഡ് ആണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ ദേ ആർ ഈക്വലി ടാലന്റഡ്, ഹൈലി പൊട്ടൻഷ്യൽ രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ അവരവരുടെ ലൈഫ് ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. പേഴ്സണൽ ലൈഫ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത് ഒരിക്കലും കോൺട്രവേഴ്ഷ്യൽ ലേഡീസും അല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ എവിടെയും ഒരു കോൺട്രവേഴ്ഷ്യൽ ലേഡീസിന്റെ സംഭവം എവിടെയും വന്നിട്ടില്ല. രണ്ടുപേരും രണ്ടൊരു സിനിമാ നടിമാരാണ്. പക്ഷെ അവിടെയും ശോഭയാണ് പറഞ്ഞത് ഇറ്റ്സ് എ കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതാണ് അവര് ട്രിക്കിയാണ്, കോൺട്രവേഴ്ഷ്യൽ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അവര് സ്കോർ ചെയ്തത് ഞാൻ പറയാം ധ്യാനാണ്. എനിക്ക് തമാശ നൈസായിട്ട് ഇപ്പൊ എന്താ ഈ ഗെയിമിൽ ധ്യാനില്ല, ഞാനത് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് കത്തിച്ചിട്ട് അതെ സത്യം, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും സംഭവം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ മാറിപ്പോയി, ഞാൻ വഴിക്കുന്നില്ല, ഞാൻ ഓടി. പക്ഷെ എല്ലാരും ഭയങ്കര കയ്യടി ചെയ്യുന്നുണ്ടോ അത് കേട്ടിട്ട്? അല്ല, എല്ലാവർക്കും ചോദ്യം. അതെ, എല്ലാരും ആ ആസ്പെക്ട് ചിന്തിക്കുള്ളൂ, ആ കേസിന്റെ കാര്യം ചിന്തിക്കുള്ളൂ. മറ്റേ ലൈഫ് ചിന്തിക്കില്ല, പ്രൊഫഷണൽ ലൈഫ് ചിന്തിക്കില്ല. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഇതാണ് പറഞ്ഞത് എന്റെ ആവശ്യം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് സാധാരണ എടുക്കണ വെയിറ്റിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് അവിടെ ബുദ്ധി ചോർന്നു പോയോ? സത്യം എന്റെ കിളി പോയിരിക്കാണ് ഇപ്പൊ. സത്യം എനിക്ക് ഭക്ഷണം കഴിച്ചേ ഇല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണം, നട്ടപ്പാതിര വീഡിയോ ഇട്ടേ പറ്റൂ. പിന്നെ ഇതൊരു ടോപ്പിക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നലെ നമ്മൾ കണ്ടപ്പോ, ഞാനത് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ സായിക്ക് എടുത്തപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ധ്യാനിന്റെ വർത്താനം കേൾക്കാൻ നല്ല രസം. ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ ഞാൻ ധ്യാനം ഇവനെന്ത് പറയുന്നത് വിചാരിച്ചു. അല്ലട്ടോ മിസ്റ്റർ ധ്യാൻ, ഞാൻ എവിടേക്കോ നിങ്ങളൊന്ന് തെറ്റിദ്ധരിച്ചു. കൊള്ളാം അല്ലേ? എന്തിനാ വഞ്ചിയാ വെറുതെ വെറുപ്പിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്? ഇങ്ങനത്തെ ജീവിച്ച പോരെ, അല്ലാതെ അല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്ന പൈസ കൊണ്ടേ ഒരു ഇന്റർവ്യൂ ഇത്ര പൈസ മേടിക്കാൻ. സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആയി പോയ അല്ല, എന്താ പറയാ, സിനിമയിൽ ഞാൻ 10 ലക്ഷം മേടിക്കുന്നത്, ഞാൻ ഒരു വേണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കില്ലെങ്കിൽ ഇന്റർവ്യൂവിന് 10 ലക്ഷം തരാം, ഞാൻ ഇന്റർവ്യൂവിൽ ഒന്ന് കുറച്ച് സമയം തരാം, 2 മണിക്കൂർ സമയം തരാം. അറിയാം, അത് ഈ ധ്യാന്റെ അച്ഛനല്ലേ പ്രാവശ്യം അമ്മേന്റെ അസോസിയേഷന്റെ അവിടെ പോയ സമയത്ത് ധ്യാൻ തന്നെ പറഞ്ഞ കഥ കേട്ടോ. ധ്യാന്റെ അച്ഛൻ ശ്രീനിവാസൻ പറഞ്ഞത്ര ഫ്രീ ആണെങ്കിൽ വാറും ഇത്ര എന്താ വെച്ചാൽ അവിടെ ഈ വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, വയ്യാത്തവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, വയസ്സായവർക്ക് അത് സൈഡായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചത്ര, അപ്പൊ എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല, നീ ഒന്ന് മേടിച്ചു പറഞ്ഞു. അതെ, അച്ഛൻ്റെ അല്ലേ മോൻ, അപ്പൊ പിന്നെ എന്തായാലും തഗ് സാധനം കിട്ടുമല്ലോ. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്റെ ബുദ്ധിനെ എല്ലാവരും പ്രശംസിക്കുക, അത്രേ ഉള്ളൂ. അതെ, അത് എന്താ ചെയ്യാ, അതിന്റെ DNA ഉള്ളതാ, രക്തത്തിലുള്ളതാണ്. അത് പറഞ്ഞു ഞാൻ ഒന്നുമല്ല. സൈനിങ് ഓഫ് സ്നേഹാർ നായർ. മതിയില്ലേ? അയ്യോ എനിക്ക് വയ്യ. ഓക്കെ ബൈ.